ഹലോ മക്കളെ, +2 ഓണപരീക്ഷ സ്റ്റാർട്ട് ചെയ്യാൻ പോവുകയാണ്. നിങ്ങൾക്ക് എല്ലാവർക്കും നിങ്ങളുടെ ടൈം ടേബിൾ അറിയായിരിക്കും. ഈ ഒരു ഓണപരീക്ഷയിൽ മാക്സിമം മാർക്ക് ഉണ്ടാക്കണം എന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ ഞാൻ ഈ ഒരു വീഡിയോയിൽ കൃത്യമായിട്ട് പറയാൻ പോകുന്ന സ്റ്റഡി പ്ലാൻ അടിപൊളിയായിട്ട് ഫോളോ ചെയ്താൽ മതി. അങ്ങനെയാണെങ്കിൽ നമുക്ക് നേരെ സ്റ്റഡി പ്ലാനിൽ കിടക്കാം. നിങ്ങൾക്കറിയാം നിങ്ങളുടെ ടൈം ടേബിൾ ഇതാണുള്ളത്. ഈ ടൈം ടേബിളിൽ 3 സബ്ജക്ട്സിനാണ് നിങ്ങൾ നല്ലോണം സൂക്ഷിക്കേണ്ടത്. കാരണം ആ 3 സബ്ജക്ട്സിന് നിങ്ങൾക്ക് എക്സ്ട്രാ സ്റ്റഡി ലീവും കാര്യങ്ങളൊന്നും ഉണ്ടാവില്ല. ഇതിൽ ഫസ്റ്റ് മാത്സ് ആണ്, പിന്നെ ബയോളജിയാണ്. ബയോളജി കുട്ടികൾക്ക്, കമ്പ്യൂട്ടർ സയൻസുകാർക്ക് ഫിസിക്സ് ഒരു ബുദ്ധിമുട്ടായിരിക്കും, കാരണം അവിടെ ഒരു ഗ്യാപ്പ് വരുന്നതായിരിക്കില്ല. അപ്പോൾ ഈ 3 റെഡിലിട്ട സബ്ജക്ട്സ് നിങ്ങൾ നേരത്തെ തന്നെ പഠിച്ച് തീർക്കണം, എക്സാം തുടങ്ങുന്നതിന് മുൻപ് തന്നെ. ബാക്കിയുള്ള ഓരോ എക്സാംസും നിങ്ങൾക്ക് കുറച്ച് സമയമുണ്ട് ഓരോരോ എക്സാമിന്റെ തലേന്നൊക്കെ ആയിട്ട് പഠിക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പോൾ ഈ 3 സബ്ജക്ട്സ് നമുക്ക് പരീക്ഷ തുടങ്ങുന്നതിന് മുൻപ് പഠിച്ച് തീർക്കേണ്ടതുണ്ട്. അറ്റ്ലീസ്റ്റ് ഒരു പകുതിയെങ്കിലും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ തീർക്കേണ്ടതുണ്ട്. ഇനിയുള്ള 2 ദിവസങ്ങൾ നമ്മൾ അതായിരിക്കും ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമ്മുടെ ഇനിയുള്ള ദിവസങ്ങളുടെ ടൈം ടേബിൾ ഞാൻ കാണിച്ചു തരാം. ഫ്രൈഡേ, അതായത് ഈ വീഡിയോ ഞാൻ എടുക്കുന്ന ഫ്രൈഡേ ആണ്. ഈ ഫ്രൈഡേ മാത്സിന്റെ ഓൾ ഫോർമുല ഇൻ വൺ ലൈവ് നടക്കുന്നതായിരിക്കും. അതായത് മാത്സിലെ എല്ലാ ചാപ്റ്റേഴ്സിന്റെയും കംപ്ലീറ്റ് ഫോർമുല. മാത്സിൽ എല്ലാവർക്കും അറിയാലോ, ഏറ്റവും ഇമ്പോർട്ടൻ്റ് എല്ലാവരും എല്ലാ ഫോർമുലയും ഓർത്ത് വെക്കുക എന്നാണ്. കാരണം അത് അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് ഒരു ചോദ്യം പോലും ആലോചിക്കാൻ പോലും പറ്റില്ല, എന്തെങ്കിലും എഴുതാൻ പോലും പറ്റില്ല. ഫോർമുല അറിയെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും എഴുതാൻ പറ്റുമെന്ന് മാത്രമല്ല, സബ്സ്റ്റിറ്റ്യൂട്ട് ഒക്കെ ചെയ്ത് അതൊക്കെ കാണിച്ച് എന്തെങ്കിലുമൊക്കെ മാർക്ക് കിട്ടും. ഒരു 4 മാർക്കിന്റെ ചോദ്യമാണെങ്കിൽ അറിയില്ലെങ്കിൽ പോലും അറ്റ്ലീസ്റ്റ് ഫോർമുല അറിയുകയാണെങ്കിൽ ഒരു 2 മാർക്കിനുള്ള വക നിങ്ങൾക്ക് ഒപ്പിച്ചു വെക്കാൻ പറ്റും. അപ്പം കംപ്ലീറ്റ് ഫോർമുല ഇന്നത്തെ ലൈവിൽ അലൻ സാർ എടുത്ത് തീർക്കുന്നതായിരിക്കും. അതേപോലെ സാറ്റർഡേ നമുക്ക് ബയോളജിയും പിന്നെ ഫിസിക്സുമാണ് പഠിക്കാനുള്ളത്. രാവിലെ 11 മണിക്ക് ബയോളജിയിലെ എല്ലാ ഇമ്പോർട്ടൻറ്റ് ടോപ്പിക്സും, അതായത് ഒരു കാരണവശാലും ഒഴിവാക്കാൻ പാടില്ലാത്ത കുറച്ച് ടോപ്പിക്സ് ഉണ്ട്, അത് നമ്മൾ ഇപ്പോഴേ സെറ്റ് ആക്കും. പിന്നെ ബാക്കിയുള്ള കാര്യങ്ങൾ നമ്മൾ പരീക്ഷയുടെ തലേ ദിവസം നമ്മൾ ചെയ്യുന്നതായിരിക്കും. അതേ ദിവസം തന്നെ 7 മണിക്ക് വൈകുന്നേരം ഞാൻ വരുന്നതായിരിക്കും. ഞാനും ദിൽഷാമസും കൂടെ ഫിസിക്സിന്റെ എല്ലാ ഡെറിവേഷൻസും, അതായത് നമ്മുടെ ഓണപരീക്ഷയ്ക്കുള്ള ചാപ്റ്റേഴ്സിന്റെ കംപ്ലീറ്റ് ഡെറിവേഷൻ തീർക്കുന്നതായിരിക്കും. നിങ്ങൾക്കറിയാം ഫിസിക്സിൽ ഓൾമോസ്റ്റ് 30 to 40% മാർക്സ് വരിക ഈ ഡെറിവേഷൻ ആണ്. മാത്രമല്ല ഡെറിവേഷന്റെ പ്രത്യേകത എന്താണ്, നിങ്ങൾ പഠിച്ചാൽ അത് അതേപോലെ ചോദിക്കുള്ളൂ. അപ്പോൾ അവിടെ കോംപ്ലിക്കേഷൻസും കാര്യങ്ങളും ടഫ് ആക്കൽ പരിപാടി ഒന്നുമില്ല. അത് വൃത്തിക്ക് പഠിക്കുക, റിവൈസ് ചെയ്യുക, അവിടെ തീർന്നു. അപ്പോൾ ഫിസിക്സിന്റെ ഇത്രയും കാര്യങ്ങൾ നമ്മൾ തീർക്കുന്നതായിരിക്കും. പിന്നെ ഓരോ ദിവസങ്ങളായിട്ട് നമ്മുടെ എക്സാം സ്റ്റാർട്ട് ചെയ്യുകയാണ്. അപ്പോൾ ഓരോ ദിവസങ്ങളായിട്ട് സൺഡേ ലാംഗ്വേജിന്റെ മാരത്തോൺ ലൈവ് ആയിരിക്കും, കംപ്ലീറ്റ് നമ്മൾ തീർക്കുന്നതായിരിക്കും. പിന്നെ മൺഡേ മാത്സിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആണ്, കാരണം അടുത്ത ദിവസം മാത്സ് പരീക്ഷയാണ്. അങ്ങനെ ഓരോ ദിവസത്തിന്റെ തലേന്നായിട്ട് നമ്മൾ ആ ദിവസത്തിന്റെ ഷുവർ ക്വസ്റ്റ്യൻസ് ആയിരിക്കും നമ്മൾ ചെയ്യാൻ പോകുന്നത്. ആ ക്വസ്റ്റ്യൻസും കൂടെ കണ്ട് പഠിച്ചാണ് നിങ്ങൾ പോകാൻ പോകുന്നതെങ്കിൽ ഈ വർഷത്തെ ഓണ പരീക്ഷ എക്സാമിനറിന്റെ കുട്ടികൾ തൂക്കും. കൂടുതലൊന്നും പറയുന്നില്ല. ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. അതേപോലെ തന്നെ എക്സാമിനറിന്റെ ബാച്ചിൽ ആർക്കെങ്കിലും ജോയിൻ ചെയ്യണം, താഴെ നമ്പറും ഡീറ്റെയിൽസ് കൊടുത്തിട്ടുണ്ട്. എത്രയും പെട്ടെന്ന് നിങ്ങൾ അഡ്മിഷൻ എടുക്കുക. ഓണ പരീക്ഷ കഴിഞ്ഞിട്ട് ക്രിസ്മസും പബ്ലിക്കും ഒക്കെ വരാനുള്ളതാണ്. അടിപൊളിയായിട്ട് പഠിക്കണമെങ്കിൽ, നല്ല മാർക്ക് വാങ്ങണമെങ്കിൽ ഒരു സംശയമില്ല, നമ്മുടെ ബാച്ച് നിങ്ങളെ ഹെൽപ്പ് ചെയ്യുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ ഈ സ്റ്റഡി പ്ലാൻ ഫോളോ ചെയ്യാൻ റെഡി ആണെങ്കിൽ വി ആർ റെഡി എന്ന് പറഞ്ഞ് കമന്റ് ബോക്സിൽ കമന്റ് ചെയ്യുക. എന്നിട്ട് ഇന്ന് മുതൽ അടിച്ച് പൊളിച്ച് പഠിച്ചു കൊടുക്കും. അത്രേ ഉള്ളൂ.